ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്യാണ്ടായിട്ട് നമ്മൾ പഞ്ചാബിൽ പോയി വന്നപ്പോൾ അപ്പം തന്നെ ഒന്ന് വയ്യാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടെ അതിൻ്റെ ഇടയിൽ വയ്യാണ്ട് വന്നു. പിന്നെ ഇപ്പോഴും വയ്യാണ്ട് വന്നു. ഈ ഒരു 2 മാസത്തിൻ്റെ ഇടയിൽ തന്നെ വയ്യാണ്ട് വന്നു. ഇനി ഒരു 10 ദിവസം 15 ദിവസം തന്നെ അങ്ങനെ പോകും. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണ്. വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ അടുത്ത് എപ്പോഴും വേണം. കുഞ്ഞിനാണ് ആദ്യം തുടങ്ങുന്നത്. സ്കൂളിലൊക്കെ പോയി എവിടെയെങ്കിലും കിട്ടിയിട്ട് വരുന്നതാണ് ആൾക്ക്. കുഞ്ഞിന് വലിയ കുഴപ്പമില്ല. ചെറിയൊരു പനിയൊക്കെ വന്ന് അങ്ങനെ മാറിക്കോളും. മരുന്നൊക്കെ കൊടുത്ത് നോർമലായിട്ട് മാറിക്കോളും. ഋഷി കുഞ്ഞിനാണ് പറ്റ വയ്യാണ്ടായി പോകുന്നത്. നല്ല വയ്യാണ്ടായി കഴിഞ്ഞിട്ട് അത് മാറുന്നുള്ളൂ. ആൻറ്റിബയോട്ടിക്കൊക്കെ 2 പ്രാവശ്യമൊക്കെ എടുത്ത് ആ ഒരു അവസ്ഥയിലോട്ട് വരാവുന്നുണ്ട് കേട്ടോ കുഞ്ഞ് ചെറുതായതുകൊണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ പൊതുവേ ഡോക്ടർമാരും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ജലദോഷം ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഋഷി കുഞ്ഞിന് അഡ്മിറ്റായിരുന്നു 4 ദിവസത്തോളം ഹോസ്പിറ്റലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ആയി വന്നപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു കേട്ടോ. 4-5 ദിവസമായി. ആൾക്കൊന്നിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കുഞ്ഞിന് വീണ്ടും അടുത്തത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പനിയൊക്കെ ആയിട്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഋഷി കുഞ്ഞിനെ തനുകുഞ്ഞിൻ്റെ അടുത്തോട്ട് അങ്ങനെ വിടുന്നില്ല. പക്ഷെ എന്നാലും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കളിയാട്ടോ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ വരാനുള്ള ചാൻസൊക്കെ കൂടുതലുമാണ്. അപ്പോൾ രണ്ടുപേരിപ്പോൾ ഉള്ളിൽ തനുകുഞ്ഞ് എഴുന്നേറ്റില്ല. ഋഷി കുഞ്ഞിന് സെറ്ററൊക്കെ ഇട്ട് കൊടുത്ത് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് വിട്ടിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് മുട്ടിൽ ഓട്ടമാണേ. അപ്പോൾ ഒരുപാട് തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സെറ്ററൊക്കെ ഇട്ട് വിട്ടിട്ടുണ്ട്. ഡോക്ടറും പറയുന്ന തണുപ്പായിരിക്കും പ്രശ്നം എന്നാണ് പറയുന്നത്. ഒന്നാമത് നമുക്കിവിടെ നല്ല തണുപ്പ് മഴയൊക്കെ ആയി ഇടയ്ക്ക് മഴയും കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കണം. രാവിലെ നമ്മളിന്ന് അപ്പം ആട്ടോ ചുടുന്നത്. അപ്പോൾ പുതിയൊരു ദോശക്കല്ല് വാങ്ങി. ഒരുപാട് നാളായിട്ട് വിചാരിക്കുമായിരുന്നു നമ്മുടെ അടുപ്പിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ളൊരു ദോശക്കല്ല് വാങ്ങണം എന്നുള്ളത്. എപ്പോഴും ചെറുതാണ് നമ്മുടെ ദോശക്കല്ല്. നമ്മൾ വേറെ തട്ടൊക്കെ വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ദോശയിൽ ചുട്ടാൻ പറ്റുള്ളൂ. അത് ചെരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ദോശക്കല്ല് വാങ്ങിയിട്ട് ഏകദേശം കറക്റ്റാണ്. പക്ക അത്ര കറക്റ്റല്ല, ചെറുതായിട്ട് തീ സൈഡിൽ കൂടെയൊക്കെ പോകും കേട്ടോ. കണ്ടപ്പോൾ കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി കേട്ടോ. വാങ്ങിക്കഴിഞ്ഞിട്ട് വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. ഒരുപാട് വെയിറ്റും ഇല്ല, എന്നാൽ പാകത്തിനുള്ള വെയിറ്റും ഉണ്ട്, കട്ടിയും ഉണ്ട്. 2 സൈഡ് കുഴയൊക്കെയുള്ള നല്ലൊരു ദോശക്കല്ല്. നമ്മുടെ ദോശക്കല്ലിൻ്റെ ഉദ്ഘാടനം കേട്ടോ. ഒന്ന് ഏകദേശം കറക്റ്റ് പക്ക അല്ല കേട്ടോ. ഈ സൈഡ് ഇച്ചിരി ചെരിവുണ്ട്. നമുക്ക് ദോശക്കല്ലൊന്ന് മയക്കണം കേട്ടോ. റാഗി ദോശയാണ് ചുടാനായിട്ട് പോകുന്നത്. കിട്ടുമോയെന്നറിയില്ല. റാഗി ദോശ ചിലപ്പോൾ സമയത്ത് ചുട്ടാൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണേ. പുതിയ ദോശക്കല്ലും കൂടെ ആവുമ്പോൾ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ പഴയ ദോശക്കല്ല് എടുത്തിട്ട് വരാം. സാധാ ദോശ എന്തായാലും കിട്ടും. റാഗി ദോശയ്ക്ക് പശപശപ്പ് കുറവായതുകൊണ്ട് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ആദ്യം ഇത് മയക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദോശക്കല്ല് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തേ. ഇതിലോട്ട് നമ്മൾ സവാള വെച്ച് നല്ലെണ്ണയാണ് തൂത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ദോശക്കല്ല് മയക്കിയെടുക്കുന്നത് നന്നായിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് ഒന്ന് തണുപ്പിക്കും. വീണ്ടും ഒന്നും കൂടി ചൂടാക്കിയിട്ട് പിന്നെ ദോശ ചൂടുമായിട്ട് ചെയ്യുന്നത്. സവാളയും വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. ദോശ എല്ലായിട്ട് ചുടുന്ന അപ്പമാണ്. ദോശക്കല്ലിൽ അപ്പം ചുട്ടെടുക്കാനായിട്ട് പോകണേ. നമ്മൾ ദോശക്കല്ല് എടുത്ത് തണുക്കാൻ വെച്ചിട്ട് നല്ല ചൂടാക്കി പിന്നെ തണുക്കാൻ എടുത്ത് വെച്ച് എന്നിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് കുഞ്ഞു കരഞ്ഞോ അച്ഛമ്മ എടുത്തോളൂ. അപ്പോൾ ഒന്നുകൂടി ഇത് ചൂടാവാനായിട്ട് വെച്ചേക്കുവാണേ. നമുക്ക് മാവ് ഒഴിച്ച് നോക്കാം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. നമ്മളിത് മുളപ്പിച്ച റാഗി വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. റാഗി മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ അരക്കില്ലേ അതേപോലെ തന്നെ. എന്തൊക്കെ എടുത്തേന്നുള്ളത് കാണിച്ചു തരാവേ. ഇതാട്ടോ മുളപ്പിക്കാൻ വെച്ച് റാഗി നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. മുളപ്പിച്ച റാഗി, പിന്നെ കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇത്രയായിട്ടോ എടുത്തിരിക്കുന്നത് അരയ്ക്കാനായിട്ട്. ഒഴിച്ച് നോക്കാം. കുഴപ്പമില്ല കേട്ടോ. അപ്പം കുഴിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അടിച്ചു വെക്കാം. ഇത്തിരി കട്ടി അധികമായി പോയേ. നല്ല സോഫ്റ്റായിരിക്കും റാഗി ആയതുകൊണ്ട്. നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ. തീയും അധികം ചൂടധികമായി പോയി. തീ കത്തിയത് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അത് ഇവിടെ ഇങ്ങനെ കരിഞ്ഞു പോയത്. നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ നോൺ സ്റ്റിക്കിലൊക്കെ കിട്ടുന്ന പോലെ കിട്ടുന്നുണ്ട്. വിചാരിച്ച ഇച്ചിരി അടിയിലൊക്കെ പിടിക്കുമായിരിക്കും. റാഗി ഇവിടെയല്ലേ കിട്ടാനൊക്കെ ഇച്ചിരി പാടുണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയേട്ടനെ കോയമ്പത്തൂർ പോയിട്ട് സാധനമൊക്കെ എടുക്കുമ്പോൾ ദീപാവലിയുടെ സമയം അതുപോലെ അവിടുത്തെ എന്തെങ്കിലും ആഘോഷങ്ങളുടെ സമയത്ത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ കിട്ടും. കുറച്ച് ദിവസമൊന്നും അത് കുഴപ്പമുണ്ടാവില്ല.
പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കോട്ടിങ് പോവും. പിന്നെ അത് കഴിക്കണതും നല്ലതല്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഒരു ദോശക്കല്ലിൽ, നമ്മുടെ ആ പഴയ ദോശക്കല്ലിൽ ഒരുപാട് വർഷം പഴക്കമുള്ള കേട്ടോ, അമ്മയൊക്കെ പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ആ സാധാ ദോശക്കല്ലിൽ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കൽ. നന്നായിട്ട് വിട്ടും കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്ന ടേസ്റ്റ് എത്രയായാലും നോൺ സ്റ്റിക്കിൽ കിട്ടില്ല. ഇതിൽ ആ എണ്ണയിൽ കിടന്ന് മൊരിയണ ആ ഒരു ടേസ്റ്റ്. ഇപ്പോൾ എണ്ണ കുറച്ച് തുള്ളി തൊട്ടാലും മതി, ഒരുപാട് എണ്ണ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ പുതിയ കല്ലായതുകൊണ്ട് കുറച്ച് അധികം എണ്ണ തൂക്കുന്നത്. ഋഷിക്കുട്ടന് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടോ. അവൻ പ്ലേറ്റ് ഹൈ ചെയറിൽ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തട്ടിക്കളയും. ഇതാകുമ്പോൾ അവൻ എടുത്താലും വരത്തില്ല, അവന് ഒട്ടിയിരുന്നോളും. അവന് വലിച്ചാലൊന്നും വരത്തില്ല കേട്ടോ, വലിച്ചൊക്കെ നോക്കും. അവൻ ഇത്തിരി അപ്പം കൊടുക്കണ്ടേ. തനിപ്പം കഴിക്കുന്നില്ലെന്നാ പറയണേ. ഋഷിക്കുട്ടൻ ഇച്ചിരി അന്ന് ഋഷിക്കുട്ടൻ കഴിച്ച് കഴിയുമ്പോൾ അമ്മ തരാം. അവന് തനിയെ എടുത്ത് പെറുക്കി കഴിക്കാൻ പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് കൊടുക്കുന്നത്. മുളപ്പിച്ച് റാഗിയല്ലേ, റാഗി കുറുക്കൊക്കെ കഴിക്കാൻ മടിയുള്ളതുകൊണ്ടാണ് റാഗിയുടെ ദോശ, റാഗി ഇഡലി, അല്ലെങ്കിൽ റാഗിയുടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മളും കഴിക്കും, കൂടെ അവനും കൊടുക്കും. വേണ്ട പോനോ, അവൻ കഴിച്ചോളും. നൂല് വലിക്കണ്ട പോനോ. ഇത് കുഞ്ഞിനുള്ള ബച്ചൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നോക്ക്, ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തണുപ്പനുള്ളത്. ആരെങ്ങനെയൊക്കെ തുടങ്ങുന്നേ? കുഞ്ഞിന് കഴിക്കാൻ കൊടുത്താട്ടോ രാവിലെ. ഞാൻ കഴിച്ചതാ. പിന്നെ ഞങ്ങൾ കഴിക്കുന്ന കാണുമ്പോൾ അവനൊരു സങ്കടം വരും, അതുകൊണ്ട് കൊടുത്താണേ. കുഞ്ഞെന്ത് കാണിക്കണേ? അങ്ങനെ വിശക്കുന്നില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യണം. അപ്പവും മുട്ട റോസ്റ്റും കഴിക്കട്ടെ കേട്ടോ. അമ്മ കഴിക്കുക, കുഞ്ഞ് കഴിക്കണ്ട അവിടെ ഇരുന്നു. അടുപ്പും തറയൊന്ന് മെഴുകാൻ പോവുകയാണേ. മൊത്തം നാശമായിട്ട് കിടക്കുക. അടുപ്പിൽ തീയുണ്ട്, ഇപ്പം ഒന്ന് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്. തീ ആ സ്ഥലത്ത് മെഴുകാൻ ഇച്ചിരി പാടാ, ചൂടുണ്ട്, നല്ല അടുപ്പും തറയ്ക്ക് നല്ല ചൂടുണ്ട്. മെഴുകി ഇട്ടിട്ട് തീ കത്തിച്ചിട്ടിനി നമുക്ക് അടുപ്പിൽ എന്തെങ്കിലും വെക്കാം കേട്ടോ. തുണി വെച്ചാണ് മെഴുകി വിടുന്നത്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മെഴുകാൻ പറ്റും. പിന്നെ കയ്യിലൊന്നും കയറത്തൊന്നുമില്ല. ഇത് മെഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് ഉണങ്ങണം. ഞാൻ കുറച്ച് പരിപാടി ഉണ്ട്, അപ്പോഴത്തേക്ക് ഒന്ന് ഉണങ്ങി വരും. ഇത് നമുക്ക് ഇവിടെ കറി വെക്കാം. നമ്മൾ അന്ന് ഉപ്പിലിട്ട് വെച്ചിരുന്ന പഴുത്ത മാങ്ങയില്ലേ, അതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഉപ്പ് പിടിക്കണമെന്നൊന്നുമില്ല, എന്നാലും നമ്മൾ കുറേ നാളായാലും ഇപ്പം പഴുത്ത മാങ്ങ കറിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുവാണ് എടുത്ത് കറി വെക്കണം എന്നുള്ളത്. പിന്നെ എടുക്കാനായിട്ട് പോവുകയാണ്. നമുക്കിത് ശരിക്കൊരു 3-4 കറിക്കുള്ള മാങ്ങ ഉണ്ടാവും കേട്ടോ. അത്ര മാങ്ങ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു കറി വെക്കുവാണെങ്കിലും ഒരു 5-6 മാങ്ങ, അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ 8 മാങ്ങ, അത്രയൊക്കെ തന്നെ എടുത്ത് കറി വെക്കുള്ളൂ. കുഞ്ഞു മാങ്ങ ആയതുകൊണ്ട് കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് നിറഞ്ഞിരുന്നായിരുന്നു. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ അതായി ഒന്ന് ചുങ്ങി വന്നപ്പോഴത്തേക്ക് അത് കുറച്ച് താഴ്ന്നു കേട്ടോ. കുത്തി നിറച്ചിട്ടിരുന്നായിരുന്നു കേട്ടോ അന്ന് മാങ്ങ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാങ്ങ എടുത്തിട്ട് കറി വെക്കാം കേട്ടോ. നല്ല നാരുള്ള മാങ്ങ കേട്ടോ, നല്ലത്. അതിൻ്റെ അകത്ത് മൊത്തം അലുത്തു പോവും. നമ്മൾ കുറച്ച് അധികം മാങ്ങ എടുക്കുന്നുണ്ട്, ആദ്യമായിട്ട് വെക്കുമല്ലേ. ഇതിന് അരയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി, കാന്താരി കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കണം. ചെറിയുള്ളി കുറച്ച് അടുപ്പത്ത് വേകാനായിട്ട് വെച്ചിട്ടുണ്ടേ. നമുക്കപ്പോഴത്തേക്ക് നമ്മളെടുത്ത് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒന്ന് വേവട്ടെ കേട്ടോ. മാങ്ങയ്ക്ക് പിന്നെ ഉപ്പിൽ കുറേ നാൾ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല, വേഗം അലുത്ത് പോവും. ഉള്ളി വെന്തതിന് ശേഷം നമുക്ക് മാങ്ങയിടാം.
ഉള്ളി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിരുന്ന് വേവട്ടെ. ഞാനേ കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങൾ എന്ന് വെച്ചാൽ ദോശക്കല്ല് വാങ്ങിയതിൻ്റെ കൂടെ തന്നെ വാങ്ങിയതായിരുന്നു കേട്ടോ. ഒരുമിച്ച് വാങ്ങിയതാണ്. ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. തിരക്കായിരുന്നു, വയ്യായികയും ഹോസ്പിറ്റലിലായിട്ടും അങ്ങനെയായിട്ട് ഇതൊന്നും നോക്കാനോ എടുക്കാനോ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വൈകുന്നേരം ആകുമ്പോൾ നെബിലൈസ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഓക്സിജൻ വിത്ത് ഓക്സിജനിൽ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ഇപ്പം അഡ്മിറ്റും കൂടെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, ഒന്ന് നോക്കാനോ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് നോക്കുമ്പോൾ ദോശക്കല്ല് നോക്കുമ്പോൾ നല്ല ദോശക്കല്ലായിരുന്നു. ഈ പാത്രം ഉണ്ടല്ലോ, ഇത് ഞാൻ നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കുറേ ഉരുകിപ്പോയി, കുറേ കേട് വന്നു പോയി, കൊള്ളിലാണ്ടായി. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ വാങ്ങിയത് ഞാൻ നമ്മുടെ വീട് കയറി താമസ സമയത്തായിരുന്നു പാത്രം വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കുപ്പിപ്പാത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള ഈ ഒരു ടൈപ്പ് പാത്രങ്ങൾ അന്ന് വാങ്ങിയപ്പോൾ നല്ല പാത്രം, നല്ല കട്ടിയുള്ള നല്ല പാത്രങ്ങളാണ്. അപ്പോൾ അത് തന്നെ നോക്കി അന്ന് വാങ്ങിയത് നോക്കിയിട്ട് വീണ്ടും വാങ്ങിയത്. അന്ന് ഓൺലൈനിൽ തന്നെയായിരുന്നു വാങ്ങിയത്. അതിൽ നിന്ന് തന്നെ നോക്കിയിട്ട് വാങ്ങിയതാണ് ഇത്. അതാകുമ്പോൾ 4 പാത്രങ്ങൾ വരുന്നുണ്ട്, 4 സൈസിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 കിലോ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2 കിലോ ഒക്കെ കൊള്ളുന്ന പാത്രമാണ്. കുറച്ചധികം മുളക് പൊടി ഈ പൊടികളൊക്കെ ഇതിലിട്ട് വെക്കും. പിന്നെ ആവശ്യത്തിന് എടുക്കുന്നത് ഇതുപോലത്തെ ഈ സൈസിലുള്ള പാത്രത്തിലിട്ട് വെക്കുക. 2 ലിറ്ററാണ് തോന്നുന്നു, 2 ലിറ്ററും 1 ലിറ്ററും. പിന്നെ ഇത് അരയുടെ പാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പാത്രം കൂടെയുണ്ട്. ഇതൊന്ന്, പിന്നെ അതിലും ചെറുതായിട്ടുള്ള ഇത് വലിയ പാത്രം, ചെറുത്, അതിൽ ചെറുത്, കുഞ്ഞത്, തീരെ കുഞ്ഞത് കേട്ടോ. ഇത് കുറച്ച് എന്തെങ്കിലും പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഉലുവ പൊടിക്കുക, ജീരകത്തിൻ്റെ പൊടി, ജീരകം അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ അത് നല്ലത്. കുറച്ചുകൂടെ വലുതും. കൂടുതലും നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളിലായിട്ട് ഇട്ട് വെക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ചധികം വേണ്ട പൊടികൾ, എന്നാൽ ഒരുപാട് വേണ്ടാത്ത പൊടികളുണ്ടാവില്ല, ഇച്ചിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുപ്പിയിലിട്ട് വെക്കുന്നത്. അപ്പോൾ അതേ കുപ്പി തന്നെ നോക്കിയിട്ടാട്ടോ പിന്നെയും വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകി വെക്കണം. കഴുകി ഉണക്കിയിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഒന്ന് മാറ്റി ഇതിലോട്ടിട്ട് വെക്കാനായിട്ട്. 6 എണ്ണത്തിന് സെറ്റാണ് വരുന്നത്. ഓരോന്നും 6 എണ്ണം ഉണ്ട്. അങ്ങനെ 5 സൈസിലുള്ള പാത്രങ്ങൾ കേട്ടോ. ഇതൊന്ന് കഴുകട്ടെ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് അടുക്കി വെച്ചതാണ്. അതിൻ്റെ ആ ഒരു നല്ല കട്ടി കാണിച്ചു തരാവേ. നല്ല കട്ടിയാട്ടോ. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മാങ്ങ ഇടുവാണേ. ഇപ്പം മാങ്ങയുടെ വെള്ളം ഒഴിക്കുന്നില്ല, ഭയങ്കര ഉപ്പാവും. മാങ്ങ മാത്രമേ ഇടുന്നുള്ളേ. ഇതിലേക്ക് അരപ്പ് ചേർക്കുവാണ്. നമ്മൾ അരപ്പോട് ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഉപ്പുമാങ്ങ ആയതുകൊണ്ട് ഉപ്പ് ചേർക്കാണ്ട് ഇനി ഒന്ന് കടുക് വറക്കണം. ഒന്ന് തിളച്ച് മാങ്ങ ഇപ്പോൾ ഇട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ വേഗം വെന്തോളും. ഇനി കടുക് വറുത്ത് ചേർത്താൽ കറിയാവേ. ഇപ്പോൾ വെന്തു കേട്ടോ. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇത് തണുക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉള്ള ചാറായിക്കോളും. ഒരുപാട് വെള്ളം പോലെയില്ല. അപ്പം ഇനി ഇറക്കാനായിട്ട് പോവുകയാണേ. കടുക് വറുത്തു കേട്ടോ. ഇനി നമ്മൾ കറിയിലോട്ട് ചേർക്കട്ടെ. കറിയായി. കടുക് വറുത്ത് ചേർത്ത് ഇളക്കി ഇനി കറി കൊണ്ടുവയ്ക്കട്ടെ. ഒന്നിൽ ഇനി മീൻ വറുക്കട്ടെ. കുറച്ച് അയിലയല്ല, കേദറ വാങ്ങിയതാണ്. ഇന്നലെ വാങ്ങിയതാണ്. പിന്നെ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വറുക്കാം. കുറച്ച് മീനേ ഉള്ളൂ കേട്ടോ. വലിയ 2 കിലോയുടെ മീൻ വാങ്ങിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് വറക്കാനായിട്ട് എടുത്ത് വെച്ചതാണ്. ബാക്കി ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് ചേർത്ത് മീൻ വറക്കുന്നതാണ് കേട്ടോ. പൊതുവെ നമ്മളിങ്ങനെ ചൂരയും കേദറയൊന്നും വറക്കലില്ല കേട്ടോ. ചെറുമീനുകളാണ് കൂടുതൽ ഇവിടെ വറക്കലേ. മീൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുപ്പി കുറച്ച് കഴുകിയിട്ട് കൊണ്ടൊക്കെ കമഴ്ത്തി വെക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ നിന്ന് വെള്ളം പോകാൻ വേണ്ടി കമഴ്ത്തി വെക്കാം. ഇതിൽ നല്ല വെയിലുണ്ട്. വെള്ളം പോയി കഴിയുമ്പോൾ പിന്നെ നിവർത്തി വെക്കാം. നന്നായിട്ട് ഉണങ്ങി കിട്ടും.
കഴിക്കാനെടുത്തേ ഇച്ചിരി മീൻകറിയും മീൻ കഷ്ണവും ഇല്ല മീൻ വറുത്തതും പിന്നെ മാങ്ങക്കറി എടുത്തേക്കുന്നത്. മീൻ കറിക്ക് ചാറൊന്നുമില്ല, ഇന്നലെ തന്നെ ചാറൊക്കെ കഴിഞ്ഞു. ഇന്നലെ പാൽക്കപ്പയും പിന്നെ കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. മീൻ ചാറ് മൊത്തം എടുത്തു. ഇനി കുറച്ച് മീൻ കഷ്ണം ഉള്ളു. ഉപ്പുമാങ്ങ കറി വെച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ. മധുരമൊക്കെ പോവും. പിന്നെ എന്നൊരു പഴുത്ത മാങ്ങ കഴിക്കാൻ തോന്നുന്ന സമയത്ത് കഴിക്കാന്നുള്ളൂ. കുറച്ചുകൂടി നല്ല മധുരമുള്ള വലിയ നാരക്കുള്ളാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ മാങ്ങ കുഞ്ഞു മാങ്ങ അതൊരു അതിൻ്റെ മധുരമൊക്കെ പോയി. സാധാരണ നമ്മളിടാൽ വലിയ മാങ്ങ, മൂവാണ്ട മാങ്ങ അങ്ങനത്തെയൊക്കെ. അപ്പം സാധാരണ കറി വെക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും അതിന്. പക്ഷെ ഉപ്പിലിട്ടിട്ട് അത് കറി വെക്കുമ്പോൾ മധുരം കുറച്ച് കുറഞ്ഞിട്ട് കുറച്ച് മധുരം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അമ്മ സാധാരണ അതാ ഇടാറ്. ഞാൻ ഇട്ട് നോക്കിയതാണിത്. കഴിക്കട്ടേനെ. കഴിച്ചിട്ട് കുറച്ച് ചോളം ഇടാനായിട്ട് പോകണം. താഴെ പറമ്പൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുക. ചോളവിത്ത് വാങ്ങിയതുണ്ട്, അപ്പം ഒന്നിട്ട് കൊടുക്കണം. മഴയൊക്കെ ഉണ്ട് ഇടയ്ക്ക്. പിന്നെ ഇപ്പം നനച്ചൊന്നും കൊടുക്കണ്ട. ആ സമയത്ത് ഇടാൻ നല്ല സമയം. ഇനി ഇടട്ടെ, കഴിച്ചിട്ട് വരും. നമ്മൾ ചോളം ഇടാനായിട്ട് ചോളം എടുത്തിട്ട് വന്നു കേട്ടോ. ചോളവിത്ത് അതിൻ്റെ അകത്ത് ഞാൻ ഈ കളറുള്ള മഴവിൽ ചോളം എന്നൊക്കെ പറയും, കുറേ കളറുള്ള അതിൻ്റെ കുറച്ച് വിത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളയ്ക്കുമെന്നൊന്നും അറിയത്തില്ല, കുറച്ച് നാൾ അധികമായത് ഇപ്പോൾ കിട്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു 2 വിത്ത് വെച്ച് ഇടുന്നുണ്ട് കേട്ടോ. മുളയ്ക്കുവാണെങ്കിൽ മുളയ്ക്കട്ടെ. ഒരുപാട് നാളായത് കിട്ടിയിട്ട്. ഇതുവരെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നട്ട് വെക്കട്ടെ. കുറച്ച് കാട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൊത്തി ഇളക്കി വിടുവാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതായിരുന്നു. അപ്പോൾ ഒന്ന് ഇളക്കി വിടുക കാടൊന്ന് പോകാനായിട്ട്. അപ്പുറത്തിടാന്ന് വെച്ചിട്ട്. നിറയെ ചീര മുളച്ചായിരുന്നേ. പനിയായിട്ട് വയ്യ, കൊണ്ടുവരാതെ വന്നാണേ. എന്നിട്ട് എൻ്റെ പുറകെ ഇറങ്ങി വഴക്കുണ്ടാക്കി കരഞ്ഞിറങ്ങി വന്നേക്കാം. മതി മതി മതി, കുഴി മതി. ഇനി ഇത് ഇവിടെ കുഴിയെടുക്ക്. പൈപ്പ് പൊട്ടിക്കരുത്. പൈപ്പ് പൊട്ടിക്കാണ്ട് ഇവിടെ കുഴിയെടുക്കും. ഇവിടെ 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 വാ, ഇവിടെ വാ. ഇവിടെ കുഴിയെടുക്കുക. പനി മാറിയപ്പോൾ ചുമയാട്ടോ. കുഴിക്ക് കുഴിക്ക്, നന്നായിട്ട് കുഴിക്ക്. ഒന്നുകൂടെ കുഴിക്ക്. മതി 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 മതി. ഇനി ഇവിടെ കുഴിക്ക്, ഇവിടെ കുഴിക്ക്. കുഴി കുഴി, നല്ല ആഞ്ഞ് കുഴിക്ക്. മതി 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 മതി. ചോളം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഇതിൽ മാത്രമേ ഇടുന്നുള്ളൂ. താഴത്തെ തട്ടിൽ അതിൻ്റെ താഴെയുള്ളതിലൊന്നും ഇടുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിലിടാം. അല്ലെങ്കിൽ മൂക്കും എല്ലാം കൂടെ ഒരുമിച്ച് മൂക്കും. കുറേ മൂത്ത് വെറുതെ പോവും. അപ്പോൾ അങ്ങനെ വേണ്ട. അത് നമുക്കൊരുവിധം ഒന്ന് പറിച്ചൊക്കെ കഴിയാറാകുമ്പോഴത്തേക്ക് അത് മൂത്ത് വരത്തുള്ളൂ. ഒരാഴ്ച കൂടെ കഴിഞ്ഞില്ല. പിന്നെ മഴക്കാറുമുണ്ട്. നിറയെ തുമ്പി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുറ്റും നിറയെ തുമ്പി പറക്കുക. കുഞ്ഞ് തുമ്പീനെ കണ്ടോടാ? തനു, തുമ്പീനെ കണ്ടോ? തുമ്പി ഇതാ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും പിടിക്കില്ല. പണ്ടത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ തുമ്പീനെ തല്ലി വീഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. വലുത് ഫുള്ള് പാകം. അവിടെ ചോളം നട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ ചീര നിൽപ്പുണ്ട്, കുറേ ചീരയുണ്ടെന്ന്. ചേട്ടൻ പറിച്ചിട്ട് പോയി കുറച്ച്. നമ്മൾ കുറച്ച് പറിക്കാനായിട്ട് വന്നതാണേ. കുഴപ്പമില്ലാത്ത കുപ്പച്ചീര എന്ന് പറയും. ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ്. ഇപ്പോൾ ചീര കിട്ടൽ വളരെ കുറവാട്ടോ. നമ്മൾ ഈ പറമ്പൊക്കെ എപ്പോഴും കിളയ്ക്കുന്നതുകൊണ്ടേ, പറമ്പിലൊക്കെ ചീര ഉണ്ടാവും, നിറയെ ഉണ്ടാവുന്നതുമാണ്. പക്ഷെ എപ്പോഴും കിളയ്ക്കുന്നതുകൊണ്ട് വിത്തൊക്കെ വീണ് മുള വരുമ്പോഴത്തേക്ക് അത് ഫുള്ള് പോകും. ഇപ്പം നമ്മൾ ചോളം ഇട്ടെടുത്ത് കുറേ ചുവന്ന ചീര മുളച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ കാടൊക്കെ ചെത്തി കളഞ്ഞപ്പോഴത്തേക്ക് ആ ചീര മൊത്തം പോയി. അപ്പോൾ അതുകൊണ്ട് ചീര കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നിറയെ ചീര ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വിത്ത് വീണിട്ടുണ്ടാവുന്ന നേരത്തെ ചീര തൈകളുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ചീര ഇവിടെ നിന്ന് പറിച്ചെടുക്കട്ടെ. കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാളെ ആണെങ്കിലും തോരൻ വെച്ചാൽ മതി. ഒരു തോരനുള്ള ചീര കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ മുളച്ചൊക്കെ വരും. അപ്പോൾ നമുക്കൊരു തോരനുള്ള ചീര ആയിട്ടുണ്ട്. പോവുകയാണ് ഇനി.
ഒരു തോരനുള്ള ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൂവൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിച്ച് കളയണം. പിന്നെ ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞൊരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിട്ട് മുളയ്ക്കും. ഈ വർഷം സാധാരണ നമുക്ക് ഈ സമയമൊക്കെ ആകുമ്പോൾ കൂണൊക്കെ കിട്ടേണ്ടതാണ്. കുറേ പ്രാവശ്യം കൂണ് കിട്ടേണ്ട, ഈ പ്രാവശ്യം ഒന്നും ഒരു കൂട് പോലും കിട്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല, നമുക്ക് സാധാരണ കരിയിലയും ചപ്പൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടേണ്ടതാണ്, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് കൊണ്ടുപോയിട്ട് കഴുകി വെക്കാം, എന്നിട്ട് നാളെ തോരൻ വെക്കാൻ എടുക്കാം. തൊടിലെ വെള്ളത്തിൽ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കഴുകിയ ഇതിൻ്റെ അടിയിൽ, ഇലയുടെ അടിയിലൊക്കെ ഉള്ള മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളുവേ. പിന്നെ ഒന്നെടുത്ത് നമ്മൾ പൂവൊക്കെ നുള്ളിക്കളഞ്ഞ് പിന്നെ വേണ്ടാത്ത ഇലകൾ, കേടുള്ള ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞ് തോരൻ വെച്ചാൽ മതി. 3-4 വെള്ളമായിട്ട് കഴുകി വാരി കോരി ഒന്നും എടുക്കേണ്ട തോട്ടിലാണെങ്കിലേ. പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. മഴ പെയ്തിട്ടേ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. രാത്രിയായപ്പോഴാട്ടോ മഴ പെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തുലാമഴ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ അത്യാവശ്യം കിട്ടും. എന്നാലും ഈ തമിഴ്നാട് സൈഡ്, അങ്ങോട്ടുള്ള സൈഡുകളായിട്ട് കൂടുതലും കിട്ടുക. നമുക്ക് അതിനെക്കാട്ടിലും കൂടുതൽ ഈ ഭാഗത്തൊക്കെ കിട്ടുക നമ്മുടെ കാലവർഷം ഉണ്ടല്ലോ, ജൂൺ ജൂലൈ മാസം, ആ സമയത്തുള്ള മഴയാട്ടോ കൂടുതലും കിട്ടുക. ഈ തുലാമഴ, പല്ലിയേറ അങ്ങോട്ടൊക്കെ നന്നായിട്ട് കിട്ടുവേ. ഒന്ന് കഴുകി എടുക്കട്ടെ. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത മഴ കിട്ടുന്നുണ്ട് കേട്ടോ. വെച്ച കുപ്പിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിവർത്തിയും കൂടെ വെച്ചു. അപ്പോൾ ഉള്ളിലും കൂടെ വെയിലായ സമയത്ത് വെള്ളം മൊത്തം വലിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൊണ്ടുപോയിട്ട് പാത്രം ഒന്ന് മാറ്റിയാൽ മതി. കുറച്ച് മാറ്റാനുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട്, പിന്നെ കുറച്ച് കുപ്പികളൊന്നും നമുക്കിപ്പോൾ അടുത്തൊക്കെ മാറ്റിയതാണ്. പഴയ കുപ്പികളുണ്ടായിരുന്നു, കൊള്ളില്ലാത്തൊക്കെ മാറ്റി നമ്മുടെ പുതിയ കുപ്പികളിലാക്കിയിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ. ഇനി ഉപ്പും പഞ്ചസാരയൊന്നും ഒരേപോലത്തെ കുപ്പിയിൽ ഇട്ട് വെക്കാൻ പറ്റത്തില്ല, മാറിപ്പോവും. പഞ്ചസാര നമ്മളിതിലിട്ട് വെച്ചു, ഉപ്പ് പിന്നെ വേറെ ഏതെങ്കിലും കുപ്പിയിൽ വേണം ഇട്ട് വെക്കാനായിട്ട്. മാറിപ്പോകാൻ സാധ്യതയുള്ള കറുത്ത ഒരേപോലത്തെ അയമോദകം അല്ലെങ്കിൽ കടുക് അങ്ങനത്തെയൊക്കെ ഞാൻ വേറെ കുപ്പിയിൽ കളറ് അടപ്പ് മാറ്റം ഉള്ളതിൽ ഇട്ട് വെക്കും കേട്ടോ. നമുക്കതിനെ മാറിപ്പോവും. കുറച്ച് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് ഒരേപോലത്തെ സാധനമാകുമ്പോൾ മാറിപ്പോണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുമില്ല. പിന്നെ വലിയ 2 കിലോയുടെയൊക്കെ നമ്മൾ ഈ ഇടയ്ക്കാണ് 2 കിലോ അത്രയൊക്കെ വരുന്ന സാധനങ്ങൾ മുളകും മല്ലിയൊക്കെ പൊടിച്ചിട്ട് വന്നിട്ട് വേറെ കുപ്പിയിൽ ഇപ്പോൾ കഴുകി ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ അത് മാറ്റുന്നൊന്നുമില്ലേ. ഇപ്പോൾ അഴുക്കൊക്കെ ആയിട്ടുള്ള കുപ്പികൾ, കൊള്ളില്ലാത്ത കുപ്പികൾ മാത്രമേ ഞാനിപ്പോൾ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഓരോന്ന് വഴിയെ മാറ്റാം, ബാക്കിയൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അത് നമ്മളൊന്ന് കാപ്പി പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ ഇത്. 2 കിലോളം. പിന്നെ കുറച്ച് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് കുടിക്കാനൊക്കെ ആയിട്ട്. അമ്മയ്ക്കൊക്കെ കൂടുതൽ ഇഷ്ടം കാപ്പിയാണ് കേട്ടോ. പണ്ട് മുതലേ അവർ കാപ്പി തന്നെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഇടക്കാലം കൊണ്ട് പിന്നെ ചായ കുടിക്കാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ എപ്പോഴും കാപ്പി തന്നെ കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കാപ്പി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, വീണ്ടും കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ഇന്നും എഴുന്നേറ്റ് കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ അതിനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്കൊന്നും ഈ വേറെയുള്ള സാധനങ്ങളൊന്നും കാപ്പിപ്പൊടിയിൽ ചേർക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിപ്പോൾ കാപ്പിപ്പൊടി എടുത്തത് അതിൽ നമുക്ക് കുറച്ച് ഏലക്കയും ജീരകവും മല്ലിയും ചുക്കൊക്കെ ചേർക്കാനായിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു മണവും ടേസ്റ്റൊക്കെ ഉള്ള പോലെ തോന്നും കേട്ടോ. അമ്മയ്ക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ അവർ അതല്ലാതെ കുറച്ച് ഏലക്കയും ജീരകവും എന്താണ്ട് ഇട്ടിട്ടാണ് കാപ്പി പൊടിക്കാൻ കൊണ്ടുപോയപ്പോൾ തന്നെ അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൊടിയിൽ മൊത്തത്തിലുണ്ട്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഏലക്കയും ജീരകവും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലിടുന്നില്ല, കുറച്ച് നമുക്ക് വേണ്ടത് മാത്രം. ഉണ്ണേട്ടന് ഇത് ഇഷ്ടമാണ് അങ്ങനെ പൊടികളൊക്കെ ചേർത്തിട്ടുള്ളത്. മഴക്കാലമൊക്കെ ആകുമ്പോഴേ മിക്കവാറും കൂടുതൽ ആ സമയത്തായിട്ട് കാപ്പി കുടിക്കുകയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കാപ്പിയിൽ ഇടാൻ പോകുന്നത് കുറച്ച് ചുക്ക് എടുത്തിട്ടുണ്ട്, ഏലക്ക, ജീരകം, മല്ലി ഇത്രയായിട്ട് എടുത്തിരിക്കുന്നത്. ജീരകം കുറച്ചധികം ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മല്ലി പിന്നെ ഒരുപാട് അങ്ങനെ ചേർക്കത്തില്ലേ, ചുക്കും കുറച്ച് എടുത്തിട്ടുള്ളൂ. ഏലക്ക ഇതിൽ നേരത്തെ ചേർത്തേക്കുന്നതുകൊണ്ട് ഒരു 3 ഏലക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ച കാപ്പിപ്പൊടിയുടെ കളർ ഇങ്ങനെയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വറക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കും, നമ്മൾ മെഷീനിലേക്ക് ഇട്ട് വറുത്ത ചിലപ്പോൾ കുറച്ചുകൂടെ കളർ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വറക്കുമ്പോൾ ചെറിയ കുഞ്ഞിതൊക്കെ ഉണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. വലുതാണെങ്കിൽ കരിയത്തില്ല. സാധാരണ നമ്മൾ പൊടിക്കുമ്പോൾ വരുന്നൊരു കളർ ഇങ്ങനെയാണ്. നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാപ്പിപ്പൊടിയായിട്ട് നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതൊന്ന് വറക്കട്ടെ കേട്ടോ. ഈ സാധനങ്ങൾ വറക്കേണ്ടത് ഏലക്ക, മല്ലി, ജീരകം മാത്രമേ ഉള്ളൂ. ചുക്ക് നമ്മൾ വറക്കത്തില്ല, അതങ്ങനെ ചതച്ചൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജീരകവും മല്ലിയും കൂടി ഇട്ട് ഒന്ന് വറക്കാം. കാപ്പിക്കുരു പൊടിച്ച് കഴിയുമ്പോൾ ഒന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് വറക്കാമെന്ന് വിചാരിച്ചാൽ വറുത്ത് ചേർക്കാതിരിക്കുമായിരുന്നേ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല വയ്യാതൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ.
നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഇതിലേക്ക് ചേർക്കുവാണേ. മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ കാപ്പിപ്പൊടി ഇടണം കേട്ടോ. ഞാൻ എടുത്ത പാത്രത്തിൽ ഇത്ര ഇളക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്ര എടുത്തേക്കുന്നത്. നമുക്ക് കുപ്പിയിലാക്കുമ്പോൾ കുറച്ചുകൂടി പൊടിയിട്ടിട്ടൊന്ന് ഇളക്കി ഇടണം. ഞങ്ങൾ രാവിലെ കാപ്പി കുടിക്കലൊന്നുമില്ല കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചായ വെച്ച് കുടിക്കുക, പാല് ചായ കുടിക്കാറുണ്ട്. പിന്നെ അല്ലാതെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവിടെ കാപ്പി കുടിക്കുക, ചായ കുടിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ വൈകുന്നേരങ്ങളിലും കുറവാട്ടോ. ഉണ്ണേട്ടൊന്നും അത് വൈകുന്നേര സമയങ്ങളിലൊന്നും വീട്ടിലുണ്ടാവാറില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞാനാണെങ്കിലും അങ്ങനെ കുടിക്കലൊന്നുമില്ല. നേരത്തെ മധുരമൊക്കെ ഇട്ട് കുടിക്കുന്ന സമയത്ത് കുടിക്കുമായിരുന്നു. പിന്നെ മധുരമില്ലാതെ ഈ കട്ടൻ ചായ കുടിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ കുടിക്കലുമില്ല. തണുപ്പൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് കാപ്പി കുടിക്കും. പിന്നെ ഈ കഫക്കെട്ട് വയ്യായ്ക വരുമ്പോൾ ചുക്ക് കാപ്പി നമ്മൾ വെക്കും. ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് കാപ്പി കുടിക്കലേ. അപ്പോൾ ഇത്ര തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ അമ്മയൊക്കെ എന്നും രാവിലെയും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ കാപ്പി വെച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഈ 2 കിലോയുടെ ഉണ്ട്. നമ്മളോട് കാപ്പിപ്പൊടി വേണമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാപ്പി പരിപ്പ് എടുത്ത് വെച്ചിട്ട് അത് പൊടിച്ചെടുത്തതാണേ. നമുക്ക് ഇനിയിപ്പോൾ കാപ്പി പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ ഈ വർഷം. ഇപ്പോൾ പറിക്കാൻ തുടങ്ങുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പഴുത്ത് തുടങ്ങി. പിന്നെ ഇത് പറിച്ച് ഉണക്കി കുത്തി വേണം നമുക്ക് കാപ്പിപ്പൊടി ആക്കാനായിട്ട്. അപ്പോൾ കാപ്പിപ്പൊടി ആക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം കേട്ടോ. ഇപ്പോൾ കാപ്പിപ്പൊടി കൊടുക്കാനുള്ളതില്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി കുറച്ചേ ഉള്ളൂ. ഇത് ഒരു 2 കിലോ ഉണ്ടാവുമായിരിക്കും, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കൊണ്ടുവെക്കട്ടെ. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് പാഷൻ ഫ്രൂട്ട് പറിക്കാനുണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെ ആയിട്ട് പഴുത്ത് നിൽക്കുന്നത്. താഴത്ത് നമ്മൾ ഇവിടെ കൂടെ ഇങ്ങനെ കയറ്റി വിട്ടിട്ടില്ലേ വീടിൻ്റെ മുറ്റത്ത്, അതിൽ ഈ സൈഡിൽ മാത്രം ഇപ്പോൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഉള്ളൂ. താഴെ ഒന്നുമില്ല കേട്ടോ. മുകളിൽ വീടിൻ്റെ അങ്ങോട്ട് എത്തി അത് വള്ളി. ഇവിടെ മാത്രം കുറച്ച് നിൽപ്പുണ്ട്, അതും കുറച്ചേ ഉള്ളൂ. പിന്നെ അവിടെ മുകളിലുള്ളതിലും കുറച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പഴുത്ത് നോക്കി പറിച്ചിട്ട് പല്ലിയിറക്കി പോകണം. അണ്ണന് കൊണ്ട് കൊടുക്കണം കേട്ടോ. അണ്ണൻ വന്നിട്ട് പാഷൻ ഫ്രൂട്ട് 2-3 പ്രാവശ്യം ഞാൻ പറിച്ച് വെച്ചപ്പോഴൊക്കെ അവരങ്ങോട്ടെങ്കിലും പോവുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആരെങ്കിലും കഴിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് അതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് പറിച്ച് കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ പറിക്കാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഇന്ന് കൊണ്ട് കൊടുക്കണം. അണ്ണൻ പോകാനായി വേഗം കഴിഞ്ഞു കേട്ടോ ലീവ്. സാധാരണ എല്ലാ പ്രാവശ്യവും കുറച്ചുകൂടെ ലീവ് കിട്ടുന്നതാണ്. ലീവ് കിട്ടുന്ന ഉടനെ തന്നെ അവരിങ്ങ് പോരും. പിന്നെ പോന്നു കഴിഞ്ഞാൽ ഇത്രയും ഒരുപാട് ദിവസങ്ങൾ കിട്ടാറുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തത്തിൽ ട്രാൻസ്ഫർ കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, മാറ്റം കിട്ടിയാണ് ആസാമിലോട്ട്, പഞ്ചാബിൽ നിന്ന്. അപ്പോൾ ഈ പഞ്ചാബിൽ നിന്നുള്ള സാധനങ്ങൾ മൊത്തം ശ്രീകുട്ടിയും കുഞ്ഞിഞ്ഞ് നാട്ടിലോട്ട് വരികയാണ്. അവരിഞ്ഞ് പോകണില്ല. കുഞ്ഞിനോട് സ്കൂളിലൊക്കെ ചേർത്തു. വണ്ടിയും കൊണ്ട് എത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ പോയി. പിന്നെ വന്നിട്ട് അധികം ദിവസമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലും തിരക്കും അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പറശ്ശിനിക്കടവും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട്. അവിടെയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ വന്നിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇത്രയും ദിവസം വണ്ടി ഓടിച്ച് പോവുകയും വേണ്ടേ. അണ്ണൻ കൂടെ വന്നിട്ട് നമുക്ക് പുതിയ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അതിൻ്റെ ഇടയിൽ ഇഷയും കൂടെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഒരുപാട് നാളായിട്ട് പറയുന്ന ആഗ്രഹമായിരുന്നു. അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് പാഷൻ ഫ്രൂട്ടൊക്കെ പറിച്ച് കൊണ്ട് കൊടുക്കണം. മറ്റന്നാൾ അണ്ണൻ പോകും കേട്ടോ. ഇതൊക്കെ ഒഴിയാറായി നിൽക്കുന്നതായിരുന്നേ. പിന്നെ ഇവിടെ ഈ വള്ളിയിൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ പഴുത്തത്. താഴെ ആ ഭാഗത്തൊക്കെ അവിടെ 3-4 അങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് താഴെ നിന്ന് പറിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നിന്നാലേ അത് വീണ് പോകത്തേ ഉള്ളൂ. അത് പറിച്ചെടുക്കണം. നമ്മുടെ ഈ സൈഡിലും കുറച്ച് പാഷൻ ഫ്രൂട്ട് നിൽപ്പുണ്ട് കേട്ടോ, വീടിനോട് ചേർന്ന്. ഇനി ബാക്കിലും ഉണ്ട്. അവിടെ മഴയൊക്കെ ചാറിയേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കട്ടിക്ക് സൈഡിലാണ്. പിന്നെ ഇവിടെയുള്ള കുറച്ച് പഴുത്തുള്ളൂ പറിച്ചെടുത്ത്. പിന്നെ ഈ ഉള്ളിലേക്കൊക്കെ ഉണ്ടിട്ട്, ഈ കാട്ടിൻ്റെ ഉള്ളിലേക്കായിട്ട്. പക്ഷേ ഇത് ഈ കിളികളൊക്കെ കുറേ തിന്നിട്ട് പോകും. പിന്നെ താഴെയുള്ളതൊക്കെ പഴുത്ത് വരുന്ന അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നിട്ട് പോകും. നമുക്ക് പഴുത്ത് അങ്ങനെ കിട്ടില്ല ഈ സൈഡിലുള്ളത്. പിന്നെ ഇവിടെ ഈ തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇത് കുറേ വർഷങ്ങളായിട്ട് ഈ വള്ളി ഇവിടെ കയറാൻ തുടങ്ങിയിട്ട്. പിന്നെ പുല്ല് എത്താൻ വരുന്നവരോ ആരെയിലൊക്കെ ആയിട്ട് വെട്ടി കളഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. ഒരു 3-4 വർഷം എങ്ങാണ്ടായി ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ പടരാൻ തുടങ്ങിയത്. ഈ വർഷമാണ് ശരിക്കും പടർന്ന് കായ്ക്കാൻ തുടങ്ങിയത്. മുകളിലൂടെ നോക്കട്ടെ. ഇവിടെയൊക്കെ മൊത്തം കാട് കയറി കേട്ടോ. കാട് കയറി മൂടി. ഒന്ന് ഇറങ്ങി വരാൻ ഇച്ചിരി പാടായിരുന്നു. ഒന്നീ കോണി വെച്ച് താഴ്ന്ന് കയറണം, അല്ലെങ്കിൽ ഇതുവഴി ഇറങ്ങണം. കാട് കയറിയേക്കുന്നുണ്ട്. ചവിട്ടേണ്ട എവിടെയാണെന്ന് പോലും അറിയില്ല. താഴെ വലിയ കട്ടിങ്ങും അല്ലേ. ഇറങ്ങാൻ ഇച്ചിരി പാടായി. കാടൊക്കെ വെട്ടി തെളിക്കണം ഇനി ഇവിടെ. മൊത്തം നടന്ന് പറിച്ചാൽ ഒരു കൊട്ട കിട്ടും കേട്ടോ. പക്ഷേ പറിക്കാൻ ഇച്ചിരി പാടാന്നേ ഉള്ളൂ. താഴെ ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ. ഭയങ്കര കട്ടിങ്ങാണ്. മഴയും കൂടെ പെയ്ത് കിടക്കുന്നതുകൊണ്ട്
ഇവിടെ ഇനി വേറെ ഇല്ലല്ലോ. പണ്ടത്തെ പോലെ അങ്ങനെ കളറൊന്നും വെക്കുന്നില്ല കേട്ടോ. അത്ര അങ്ങ് പഴുത്ത് നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും ആവുന്നില്ല. അതിന് മുന്നേ തന്നെ ഒരുവിധം പഴുത്ത് ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഇത് പൊഴിഞ്ഞ് വീഴുവാണേ. പൊഴിഞ്ഞ് വീഴുന്നിട്ട് ഒന്നെങ്കിൽ വല്ല കിളിയും തിന്നിട്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളൊക്കെ തിന്നിട്ട് പോകും പൊഴിഞ്ഞ് വീണിട്ട്. അപ്പോൾ ഒരുവിധം കളർ മാറിയതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും 2 ദിവസം കൊണ്ട് പോകും. അന്നെ കഴിക്കുവാണെങ്കിൽ അത്ര ആ സമയം കൊണ്ട് കഴിച്ച് തീർക്കുകയാണെങ്കിൽ തീർക്കട്ടെ. ഇനി പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചാലും മതി. ജ്യൂസ് അടിച്ച് കുടിക്കാമല്ലോ. അപ്പോൾ അത് മൊത്തം പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. ഇനി കുളിച്ചിട്ട് പല്ലിയറയ്ക്ക് പോവാവേ. പോയി കുളിക്കട്ടെ. ഇനി യാമിച്ചന് ഇഷ്ടമായി എവിടെ പൊന്നു? യാമി അണ്ണനും ഉണ്ണിയേട്ടനും ശ്രീകുട്ടിയും ക്യാൻറ്റീനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു. ദീപാവലിയൊക്കെയല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പടക്കവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു. പിന്നെ ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങളത് നോക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇനി ഞങ്ങളൊരു ഓട്ടോ വിളിച്ചോട്ടോ വന്നിരുന്നേ. ഉണ്ണിയേട്ടനും അണ്ണനൊക്കെ ക്യാൻറ്റീനിൽ പോയി, ശ്രീകുട്ടിയൊക്കെ അവരിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട്. എല്ലാവരും ഇവിടെ കളിയായിരുന്നു. ഇപ്പോൾ കഴിക്കാനെടുത്തവർ വന്നപ്പം തമിഴ്നാട്ടിലെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ത് തന്തൂരി ചിക്കനോ എന്തോ ഒരു ചിക്കനും ഗ്രിൽ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ബിരിയാണി കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. മുളക് പൊടിയൊക്കെ ഇട്ട പോലത്തെ ബിരിയാണി, നല്ല എരിവുണ്ട്. വേണ്ട കഴിക്കുന്നുണ്ടോ നിങ്ങൾ? കഴിക്കട്ടെ. ഇതെന്താ വാങ്ങിയിരിക്കണേ? ഇതെന്തൊക്കെ വാങ്ങിയിരിക്കണേ പറ. പേരൊന്നും അറിയില്ല. ഇത് അവിടെ നീ മാറിക്ക. അത് നല്ല ഹീറ്റ് ആയിട്ടുണ്ടോ? ഇനി അവിടെയാണോ അതിന്റെ താഴെ എങ്ങനെയാണോ? ഒറ്റ പൊട്ട് പൊട്ടുമ്പ് നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയാ വീഴുന്നുണ്ട് ചേട്ടാ. വീട്ടിൽ നിന്ന് തിരിച്ചെത്തി. പിള്ളേരെ കിടന്ന് ഉറങ്ങി. വലിയ കാര്യമായിട്ടുള്ള ആഘോഷമൊന്നുമല്ല. എണ്ണം പോകുന്നു. പിന്നെ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് പോകുന്നു കേട്ടോ. ഇനി അണ്ണനെ കൊണ്ടുവിടാനായിട്ട് പോകണം. ആസാമിലോട്ടാട്ടോ പോകുന്നത്. അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. ഞാൻ പോയാലേ അറിയത്തുള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അച്ചാറോ അങ്ങനെയൊന്നും കൊടുത്തു വിടുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിവിടെ കിട്ടുന്ന അച്ചാറുകൾ അല്ലെങ്കിൽ ചിപ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫ്ലൈറ്റിലാണ് പോകണേ. പിന്നെ ഈ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ, യൂണിഫോം, അതിൻ്റെ അങ്ങനെ അണ്ണന് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി ഇപ്പോഴേലൊക്കെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം. എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുമെന്നൊന്നും അതൊന്നും അറിയത്തില്ലേ. പറ്റുവാണെങ്കിൽ കൊടുത്തു വിടണമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇനി കിടക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.